അസ്സലാമു അലൈക്കും. ലൈലത്തുൽ ഖദർ അല്ലാഹു തആല മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഖുർആനിലൂടെ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തൊരു മഹത്തായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതും ധാരാളം മലക്കുകൾ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതുമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് നിർണായക രാവ് എന്നും അറിയപ്പെടുന്നു. മനുഷ്യരെ പോലെ മറ്റു ഭൂമിയിലുള്ള എല്ലാ ജീവജാലകങ്ങളും അവരവരുടെ ഭാഷയിൽ അന്ന് ഇബാദത്തുകളിലായിരിക്കും. ലൈലത്തുൽ ഖദർ എല്ലാ ജീവജാലകങ്ങളും അന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ശാന്തമായ അന്തരീക്ഷമായിരിക്കും. എന്നാണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും ലഭ്യമല്ല. എങ്കിലും ചില ഹദീസുകളും നബി വചനങ്ങളിലും ചില രാവുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് 1. റമളാൻ 22 കഴിഞ്ഞുള്ള 7 ദിവസങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞങ്ങൾ ലൈലത്തുൽ ഖദറിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, റമളാൻ എത്രയായി? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, 22. നബി മറുപടി പറഞ്ഞു, ഇനി വരുന്ന 7 ദിവസങ്ങൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുവേൻ. 2. ഏഴാം രാവ്, 17-ാം രാവ്, 27-ാം രാവ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യയാണ് 7. ഇത് കൊണ്ട് ഈ 3 രാവുകളും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. 3. 17-ാം രാവ്, 21-ാം രാവ്. ഇങ്ങനെയും ചില ഹദീസുകളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, റമളാൻ മുഴുവനും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞതായിട്ട് കാണാം. ലൈലത്തുൽ ഖദറിൽ നാം ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ.